ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. സെപ്റ്റംബർ 22-ന് നവരാത്രി ആരംഭിക്കുകയാണ്. നവരാത്രി ആചരിക്കാൻ എല്ലാവരും തയ്യാറെടുത്തോ? എന്തൊക്കെ കാര്യങ്ങളാണ് നവരാത്രി ദിനങ്ങളിൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ ദേവിയെ അണിയിച്ചൊരുക്കാനുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെക്കണം. ഭഗവതിക്ക് ഉടുപ്പിക്കാനുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ ചുനരി, ഭഗവതിക്ക് അണിയിക്കാനുള്ള വളകൾ, കുങ്കുമം, മിഞ്ചി, അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് ദേവിക്ക് അണിയിക്കാൻ ആഗ്രഹം അതെല്ലാം നമുക്ക് വാങ്ങിച്ച് തയ്യാറാക്കി വെക്കാം. സാധിക്കുമെങ്കിൽ 9 പകലുകളും 9 രാത്രികളിലും അഖണ്ഡ ദീപം തെളിയിച്ചു വെക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ അഖണ്ഡ ദീപം തെളിയിക്കാനുള്ള വലിയ വിളക്കും അതുപോലെ തന്നെ വലിയ തിരിയും നോക്കിയിട്ട് വാങ്ങിക്കുക. ആവശ്യത്തിനുള്ള എണ്ണയും കരുതുക. പിന്നെ ഈ 9 പകലുകളും 9 രാത്രിയും നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. അതായത് ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക, അതുപോലെ തന്നെ നമ്മളുടെ സെക്ഷൽ ആക്ടിവിറ്റീസ് ഒക്കെ ഈ സമയങ്ങളിൽ നിർത്തിവെക്കുക, അതുപോലെ മത്സ്യമാംസാദികളൊന്നും കഴിക്കാതിരിക്കുക. കൂടുതൽ ഭഗവതിയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ആ ഭഗവതിയുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ ചെയ്യാവുന്ന കാര്യമാണ്. വിവാഹിതരായ സ്ത്രീകളാണെങ്കിൽ ഈ സമയത്ത് അവരുടെ ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം അവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരും. മുടങ്ങാതെ സിന്ദൂര രേഖയിൽ സിന്ദൂരം അണിയുന്നത് അവരുടെ ഭർത്താവിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭഗവതി അതിനെ ഇല്ലാതാക്കി അവരുടെ ദാമ്പത്യം മംഗളകരമാക്കി മുന്നോട്ട് ദീർഘായുസോടുകൂടി സുമംഗലിയായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫാഷൻ്റെ ഭാഗമായിട്ടൊക്കെ സ്ത്രീകൾ പലരും കുങ്കുമം അണിയുന്നത് ഇവിടെ നെറ്റിയിൽ ഇങ്ങനെ താഴോട്ടൊക്കെയാണ്, ഇങ്ങനെ താഴ്ത്തി ഇറക്കിയൊക്കെയാണ് സിന്ദൂരം വെക്കുന്നത്. അതും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബോട്ടിലുകളിൽ കിട്ടുന്ന ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നതിൽ കൂടി നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിയൽ ബെനിഫിറ്റ് കിട്ടില്ല. അത് നിങ്ങൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്തോ ചെയ്യണു, അത്രയേ ഉള്ളൂ. ശരിയായ രീതിയിൽ എങ്ങനെയാണ് കുങ്കുമം അണിയേണ്ടതെന്ന് കാണിച്ചു തരാം. കുങ്കുമം എടുത്തിട്ട് ഈ റിംഗ് ഫിംഗറിലാണ് നിങ്ങൾ കുങ്കുമം എടുക്കേണ്ടുന്നത്. ഈ റിംഗ് ഫിംഗർ എന്ന് പറയുന്നത് വീനസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ശുക്രനെ, മഹാലക്ഷ്മിയെ. നമ്മളുടെ എല്ലാ റിലേഷൻഷിപ്പ്, ഇതെല്ലാം പ്രോസ്പെരിറ്റി, ഇതെല്ലാം ഈ ഫിംഗറുമായിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഫിംഗറിൽ നമ്മൾ ഇത് കുങ്കുമം എടുക്കുന്നതാണ് ഏറ്റവും ശുഭം എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് ഈ നെറ്റിയുടെ നടുഭാഗത്ത് ഈ ഭ്രൂമധ്യത്തിൽ കൂടി നേരെ പോകുന്ന ഈ രേഖയിലാണ് നമ്മൾ സിന്ദൂരം അണിയേണ്ടുന്നത്. ഇവിടെ സിന്ദൂരം വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ സിന്ദൂരം വെക്കേണ്ടത്. ഒരിക്കലും താഴേക്ക് എടുക്കരുത്. ഇങ്ങനെ താഴേക്ക് എടുക്കുന്നതിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ, പാർട്ട്ണറുടെ ഹെൽത്ത്, വെൽത്ത്, ഇതിനെയെല്ലാം നിങ്ങൾ താഴോട്ടേക്കാണ് കൊണ്ടുവരുന്നത് എന്നാണ് അതിൻ്റെ ഒരു കണക്ക് വരിക. അപ്പം നിങ്ങൾക്ക് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങളുടെ പാർട്ട്ണർക്ക് ഹെൽത്തും വെൽത്തും ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും മുകളിലേക്കാണ് സിന്ദൂരം അണിയേണ്ടുന്നത്. അപ്പോൾ ഈ കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ സിന്ദൂരം നിർബന്ധമായിട്ടും ഈ 9 ദിവസങ്ങളിലും അണിഞ്ഞ് ഭഗവതിയുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ 9 ദിവസങ്ങളിൽ നമുക്ക് എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഒരു 5-10 മിനിറ്റെങ്കിലും ആ ഭഗവതിയുടെ മുന്നിലിരുന്ന് ദേവിയുടെ നാമങ്ങൾ മുടങ്ങാതെ ജപിക്കണം. ആദ്യത്തെ 3 ദിവസം നിങ്ങൾക്ക് ദുർഗയുടെ മന്ത്രം ജപിക്കാം. കൂടുതലൊന്നും അറിയില്ലെങ്കിലും ഓം ദുർഗായ നമ എന്ന മന്ത്രം ഒരു 108 തവണ ആദ്യത്തെ 3 ദിവസം ജപിക്കുക. രണ്ടാമത്തെ 3 ദിവസമാണെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. അവസാനത്തെ 3 ദിവസങ്ങളിൽ ഓം ശ്രീ സരസ്വതിയെ നമഃ ഈ മന്ത്രം ജപിക്കുക. ഇങ്ങനെ ഈ 9 ദിവസങ്ങളും 9 രാത്രികളും ആ ഭഗവതിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ആ ഭഗവതിയുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ച് വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നൽകി ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.